പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാ ഈശോയ്ക്ക് കൊടുത്തേക്കും വെച്ച് നമ്മുടെ 3 നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ എന്തെല്ലാം നിയോഗത്തോടെയാണോ ഇന്ന് ദൈവമേ ഈശോയ്ക്ക് സമർപ്പിക്കാം. ചുറ്റും മഴ പെയ്യുമ്പോൾ കൊടുന്തണുപ്പിലും മഴയത്ത് ഈശോയെ സങ്കീർത്തനം പറഞ്ഞതുപോലെ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൽ നിന്ന്, കർത്താവെ രാത്രി വരുന്ന ഭീകരതയിൽ നിന്ന്, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നെല്ലാം രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനന്തമായ കരുണ നമ്മുടെ മേൽ ഒഴുകപ്പെടാനായിട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കരുണയുടെ കവാടം ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒഴുകപ്പെടാൻ പ്രാർത്ഥിക്കാം. ഏത് പാപിക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ കരുണയായിരിക്കണേ എന്ന്. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ പ്രിയരെ. സങ്കീർത്തനം പറഞ്ഞില്ലേ, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ വചനം അയച്ച് സൗഖ്യമാക്കി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. 6:7 വചനം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഭക്ഷിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ വചനേറ്റ് പറയാം. നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ നിയോഗത്തിന്റെ മേൽ, നമ്മുടെ വരുമാന മാർഗത്തിന്റെ മേൽ, രോഗത്തിന്റെ മേലെല്ലാം ദൈവം ഈ അത്ഭുതം ചെയ്യാൻ പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 36:6 എല്ലാവരും ഏറ്റു പറഞ്ഞേ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഞങ്ങളുടെ നിയോഗത്തിന്റെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ അങ്ങ് പ്രകടമാക്കണമേ. ഹല്ലേലൂയ. അപ്പോ ദൈവം അത്ഭുതങ്ങളും അടയാളം വർഷിച്ച് ഇന്നത്തെ നമ്മൾ എന്തെല്ലാം നിയോഗമായിട്ട് പ്രാർത്ഥിക്കുന്നോ അതിന്റെ മേൽ ദൈവത്തിന്റെ കരബലം പ്രകടമാക്കുന്നത് നമുക്ക് കാണുകയും വിശ്വസിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ആ നാളിൽ ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഞാൻ ആ നാളിൽ ചെയ്യും. ചേർന്ന് പറയാം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി അത് വായിച്ചേ. വിസ്മയഭരിതരായിരിക്കുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നമ്മുടെ നാളിൽ കർത്താവ് ആര് പറഞ്ഞാലും, ഡോക്ടർ പോലും പറഞ്ഞാലും വിശ്വസിക്കാത്ത. കണ്ടോ, നമ്മുടെ ടീമില് സാക്ഷ്യം പറഞ്ഞ ആളാണ് സോണി. ഇപ്പൊ ഡോക്ടർമാർക്ക് പോലും, അപ്പോളോ ഹോസ്പിറ്റലിലെ സർജറി ചെയ്യുന്ന ഡോക്ടർമാർ, ഓർത്തോയുടെ പ്രിയപ്പെട്ടവരെ, യൂറോയുടെ, അവരൊക്കെ പറയണ അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ്? 12 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ, ഓപ്പറേഷൻ ഒന്നും വേണമെന്ന് പറഞ്ഞ സോണിയെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കുമ്പോ വ്യാഴാഴ്ച മടക്കുന്നു, വെള്ളിയാഴ്ച വന്ന് ധ്യാനം കൂടുന്നു, അവന് ശനി ഞായറത്തോടെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അപ്പൊ ഡോക്ടർമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. എന്താണ്? വചനം പറയുന്നതാണ്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ദർശനം കൽപ്പിച്ച അരുൾപ്പാടാണ്. കർത്താവ് എത്രയോ നാൾ ആണോ അവിടുന്ന് പറയാണ്. അപ്പോ ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ദൈവം
ആ നാളുകളിൽ ചെയ്യും. ഏത് നാളുകളിൽ? ഈ നാളുകളിൽ. ഈ ഓൺലൈനില് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇപ്പൊ രോഗിയായിട്ടിരിക്കുകയാണോ? കടബാധയുടെ മുമ്പില് ഇതാ ഒരുപക്ഷെ രോഗകസ്റ്റൈലില് കട്ടിലിൽ കിടക്കുകയാണോ? പക്ഷെ വണ്ടിയിൽ സഞ്ചരിക്കുകയാണോ? ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇവിടെ ഒന്നും അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു പാപത്തിന്റെ ദുഃഖത്തിന്റെ മരിക്കണം എന്ന ചിന്തയിലാണോ? നാളെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന വേഗലിലാണെങ്കിൽ ഓർക്കുക, ഇതാ ആര് പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ദൈവം കാത്തിരിക്കുക. ഹല്ലേലൂയ. അതായത് ഞാൻ നിന്നോട് ഔദാര്യം കാണിക്കാൻ, കരുണ കാണിക്കാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഉറപ്പ്, വിശ്വാസം നമുക്ക് വേണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതാ സങ്കീർത്തനം 115:11 വായിച്ചേ. കർത്താവിന്റെ ഭക്തരെ 115:11 കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയവും. അടുത്തത്, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും. അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിന്റെ ഭക്തരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. അപ്പൊ ദൈവം വലിയവനെ മാത്രമല്ല, എന്താണ്, ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഇരിക്കുന്നൊരു ദൈവമാണ്. അപ്പൊ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വിചാരമുണ്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന്. എന്താണ്? അപ്പൊ വചനം പറയാണ്, അതിനെന്ത് ചെയ്യണം? കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അപ്പൊ നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുക? കർത്താവ് നമ്മളെയും ചെറിയവരെയും വലിയവരെയും എല്ലാം അനുഗ്രഹിക്കുവാൻ കർത്താവ് തയ്യാറാക്കുക. പ്രഭാഷണ പുസ്തകം 32-ാമത്തെ അധ്യായത്തില് ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം പറഞ്ഞു. 32-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. അതിനെന്ത് ചെയ്യണം? 32:24 നിയമത്തിൽ വിശ്വസിക്കുന്നവൻ, വായിച്ചേ. 32:24 കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. അപ്പൊ നിയമത്തിൽ വിശ്വസിക്കുന്നവനും കൽപ്പന അനുസരിക്കുന്നവനും കർത്താവിൽ ശരണപ്പെടുന്നവനും നഷ്ടം ഉണ്ടാകില്ല. രണ്ട് കാര്യം. എന്താണ്? ഒന്ന്, നിയമത്തിൽ വിശ്വസിക്കണം. രണ്ട്, കൽപ്പനയിൽ അനുസരിക്കണം. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം ഉണ്ടാകില്ല. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. ഹല്ലേലൂയ. അപ്പോ ഇന്ന് ആരൊക്കെ എപ്പോ നോക്കിയാലും നമ്മുടെ ജീവിതത്തില് നഷ്ടത്തിന്റെ ഒരു കഥയാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് നഷ്ടം ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരണം, നമ്മുടെ ആശ്രയം ദൈവത്തിലല്ല. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ വിശ്വാസം, ശരണം, സ്നേഹം 3 പുണ്യം കൊണ്ട് നിറയ്ക്കണേ. ഇവിടെ ദൈവം പറയാണ്, നീ നിയമത്തിൽ അനുസരിക്കും, കൽപ്പന വിശ്വസിക്കുകയും ചെയ്താൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാകില്ല. നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനത്തിൽ, എന്താണ്? കർത്താവിനെ അന്വേഷിക്കുന്നവന് കുറവുണ്ടാകില്ല. സിംഹക്കുട്ടികൾ പോലെ ഇരകെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒരു കുറവും ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ കർത്താവിനെ അന്വേഷിക്കുന്നതിന്റെ ജീവിതത്തില് കർത്താവിനെ തേടുന്നവർക്ക് വിലാപങ്ങളുടെ പുസ്തകം പറയുന്നുണ്ട്, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. കർത്താവിനെ തേടുവേൻ. സങ്കീർത്തനം 34 പറയുന്നത് അങ്ങനെയാണ്, കർത്താവിനെ തേടുവേൻ. ഞാൻ കർത്താവിനെ തേടി. സങ്കീർത്തനം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം വരില്ല. കർത്താവിനെ തേടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവിടുത്തെ അന്വേഷിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, ധ്യാനം കൂടിയുന്ന ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം വരില്ലേ. എന്തിനുള്ള ഉത്തരം? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, ഞാൻ എൻ്റെ കൊച്ചിന് എന്ത് പഠിപ്പിക്കണം, എന്ത് വീട് പണിയണം, ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ദൈവം നമുക്ക് തരികയാ. എപ്പോഴാണ്? ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം വരല്ലേ. അവിടുന്ന് ഉത്തരം തരലുക മാത്രമല്ല, അടുത്തതാണ് ഇന്ന് മനുഷ്യന് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഭയം. അടുത്ത വചനം എന്താണ്? അവിടുന്ന് അവനെ സർവ്വ ഭയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ സർവ്വ ഭയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഏതൊരു തരത്തിലുള്ള ഭയത്തിന്റെ ഒരു കെട്ടിലാണോ നമ്മള് ഇന്ന് സംബന്ധിച്ചോളം ഇന്ന് മനുഷ്യര് ഒത്തിരി ഭയത്തിൽ കിടക്കുകയാണ്. ഇന്ന് രോഗഭയം, മരണഭയം, ഇങ്ങനെ ഭയം മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുക. എവിടുന്നാണ് ഭയം? എന്നാൽ നമ്മെ നോക്കി സങ്കീർത്തകൻ എന്താണ് പറയുന്നത്? സങ്കീർത്തകൻ പറയുന്നു, ഇതാ ഭയമുള്ളവർക്കുള്ള ഒരു വചനമാണ് സങ്കീർത്തകൻ 27-ാം സങ്കീർത്തകൻ. എന്താണ് പറയുന്നത്? കർത്താവ് എന്റെ പ്രകാശവും കോട്ടയുമാണ്. എല്ലാവരും പറഞ്ഞേ, കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. എന്റെ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. അല്ലെ, അങ്ങനെയാണ്, തെറ്റുപറ്റി. അതെ, കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? എന്നെ കർത്താവ് എന്റെ ജീവിതത്തിന് കോട്ടയാണ്. അപ്പോ പ്രിയ ദൈവമക്കളെ, ആരില്ലെന്ന് ചിന്തിക്കുന്ന മക്കൾ ഓർക്കുക, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഓർക്കുക. എനിക്ക് ആരുമില്ല, മക്കളില്ല, ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഭർത്താവ് മരിച്ചപ്പന്, അല്ലെങ്കിൽ ഓരോക്കുക മക്കൾ പോയപ്പന് എനിക്ക് ആരുമില്ല. ചാപ്പൻ മരിച്ചപ്പന് എന്നെ അന്വേഷിക്കാൻ ആരുമില്ല. ആങ്ങളമാരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു ഫോൺ പോലും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവരോട് കർത്താവ് പറയാണ്, മോളെ, കർത്താവ് നിന്റെ പ്രകാശമാണ്. മോളെ, മോനെ, കർത്താവ് നിനക്ക് രക്ഷയാണ്. ഈ വചനം നീ വിശ്വസിക്കണ്ടോ? ഞാൻ എന്തിനു ഭയപ്പെടണം? പ്രിയപ്പെട്ടവരെ, അവൻ നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിന് കോട്ടയാണ്. കർത്താവ് നിന്റെ ജീവിതത്തിന്, നിന്റെ ബിസിനസ് തകർന്നിരിക്കുകയാണോ? ഓർക്കുക, നിന്റെ ബിസിനസ് തകർന്നു പോയോ? ഒരുപക്ഷെ ഓർക്കുക, ഒരു രക്ഷയില്ലെന്ന് നീ ചിന്തിക്കുന്നില്ല. ഓർക്കുക, തകർന്നവരെ കാത്തിരുന്നവനാണ് ഈശോ. യോഹന്നാൻ 21 നമ്മൾ കാണുന്നു, തോറ്റവനെ കാത്തിരിക്കുക. നോക്കുക, അവൻ അവിടെ കാത്തിരിക്കുക. പത്രോസ് പഴയ പണിക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. പത്രോസ് പോയി അതിന്റെ പുറകെ ബാക്കിയും വരും പറഞ്ഞു, ഞങ്ങളും പോരുകയാ. എന്നാൽ ആ രാത്രി മുഴുവൻ അവർക്ക് അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ലേ പ്രിയരെ? ഒത്തിരി പേര് എങ്ങനെയാണ്? മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, സ്നേഹത്തിന്റെ വാക്ക് പോലും കിട്ടുന്നില്ല. കണ്ടോ, വീട്ടില് പട്ടിക്ക് ചോറ് കൊടുത്തെങ്കിൽ അങ്ങനെ വല്ലവരും പറയാറില്ലേ? ആ പട്ടിക്ക് പോലും നന്ദി ഉണ്ടായിരുന്നു. എന്നാൽ നന്ദിയില്ലാത്ത ജനം കണ്ടോ. എന്നാൽ കർത്താവ് പറയാണ്, ആ പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കർത്താവേ. എല്ലാവരും ഒന്നും കിട്ടാത്തതിന്റെ കണക്കാണ് പറയണേ. എന്നാൽ അവരോട് ദൈവത്തിന്റെ വചനം പറയാണ്, എന്താണ്? പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ആ വള്ളത്തിന്റെ വലത്തുവശത്ത് ഇട്ടോ, അവിടെയൊക്കെ ഇട്ടു കർത്താവേ. എങ്കിൽ നിന്റെ വാക്ക് കേട്ട്, ആരുടെ വാക്ക് കേട്ട്? യേശുവിന്റെ വാക്ക് കേട്ട് വല ഇറക്കിയപ്പോൾ ആ വലയിൽ ഒത്തിരി മത്സ്യം കിട്ടി. അപ്പൊ ആര് യേശുവിന്റെ വാക്ക് കേട്ടോ, അവിടെ ഫലമുണ്ട് പ്രിയരെ. അതാണ് സങ്കീർത്തനം പറഞ്ഞത്. 1-ാം സങ്കീർത്തനം പറഞ്ഞില്ലേ? എന്താണ്? ആരുടെ വാക്കാണ് നീ കേൾക്കേണ്ടത്? 2 മാർഗങ്ങളെ കുറിച്ച് പറയാണ് സങ്കീർത്തനം 1-ാമത്തെ അധ്യായം വായിച്ച 2 മാർഗങ്ങളെ കുറിച്ച് സങ്കീർത്തനം പറയാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കുകയോ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പൊ എന്തുകൊണ്ടാണ് പ്രിയ മക്കളെ നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയത്? എവിടെയാ? ഓർക്കുക, നീ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിച്ചു. ഇന്നലെ വരെ ഡോക്ടർ വാക്ക് കേട്ടി ഒരു പ്രസവം നിർത്തി അബോർഷൻ ചെയ്തു. ഓർക്കുക, അല്ലെങ്കിൽ എന്താണ്, നീ പലിശക്കോട്ട് ആരുടെയൊക്കെ വാക്ക് കേട്ട് എന്തൊക്കെ ചെയ്തു. കുശുമ്പ് കേൾക്കാൻ പോയി, ഏഷ്ണി കേട്ടു, പരദൂഷണം കേട്ടില്ലേ? അതിന് പറയാണ്, നീ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കുകയോ, ഭാവിയുടെ വഴിയിലൂടെ നടന്നുപോയ കാലഘട്ടങ്ങളെ ഓർത്ത് അന്ത്യപിക്കണം. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് പറയണത്. അടുത്ത വായിച്ചു നോക്കിയേ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. നമ്മുടെ ആനന്ദം എവിടെയാ? വാട്സപ്പിലോ, ഫേസ്ബുക്കിലോ, ചുരിദാറിലോ, സാരിയിലോ, സമ്പത്തിലോ, മക്കളിലോ ഒന്നല്ല. നമ്മുടെ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ 3 മണിക്ക് സമയം, നമുക്ക് വേണമെങ്കിൽ സീരിയൽ കണ്ടിരുന്നാ മതി, അല്ലേ? നമുക്ക് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയാണ്, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. എല്ലാവരും പറ, എന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. വചനം എന്താ? ഞാൻ എന്താണ്? രാവും പകലും ധ്യാനിക്കുന്നു. രാവും പകലും ഞാൻ ധ്യാനിക്കേണ്ട ഒറ്റ വിഷയമാണ് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ നിയമത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്? ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും എന്താണ് വീട്ടിലായിരിക്കുമ്പോഴും അങ്ങയുടെ എന്താണെന്ന് പറഞ്ഞത്? അങ്ങയുടെ നിയമഗ്രന്ഥം എപ്പോഴും എന്റെ അധരത്തിലുണ്ടായിരിക്കണം. പറഞ്ഞ എവിടെ ഉണ്ടാകണ്ടേ? നമ്മുടെ ഉണ്ടായിരിക്കണം. ദൈവവചനമായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന്. നല്ല വാക്കുകളായിരിക്കും വരേണ്ടത്. കണ്ടോ, നീ ഉറങ്ങുമ്പോ പ്രൈസ് ദി ലോർഡ്, നീ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ, നീ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എപ്പോഴാണ് നിയമഗ്രന്ഥം
അത് നിന്റെ ഉള്ളിലുണ്ടാകണം, അതിന്റെ അതരത്തിലുണ്ടായിരിക്കണം. അതല്ലേ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞത്, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, നിങ്ങൾ ദുഷ്ടരെ ജയിച്ചിരിക്കുന്നു. സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ എന്തുണ്ടായി എന്റെ ഹൃദയത്തിൽ, അങ്ങയുടെ വചനം ഞാൻ സൂക്ഷിച്ചപ്പോൾ അങ്ങേക്കെതിരെ പാപം ചെയ്യാൻ പറ്റിയില്ല. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം എങ്ങനെ ഞാൻ നിർമ്മലമായി സൂക്ഷിക്കും? എങ്ങനെയാണ് നിർമ്മലമായി സൂക്ഷിക്കുക? അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം 1:3 എന്താണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? നിന്റെ ജീവിതം നീർച്ചാലിനരികെ നട്ടത്. അടുത്തത് അടുത്തത് ഇല പൊഴിയാത്തതുമായ ഫലയാണ് അവൻ. 50 വയസ്സ് കഴിഞ്ഞാലും നിന്റെ മുഖത്ത് എന്തോ വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ മുടിനരയുടെ, മനസ്സിലായോ, ഒരു പ്രായാധിക്യത്തിന്റെ അവസ്ഥയില്ല. ഇതാണ് ഈശ്വർ നീർച്ചാലിനരികെ നട്ടതും. അതാണ് ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നവർക്ക് 70 വയസ്സ് കഴിഞ്ഞാൽ 30 വയസ്സ് പോലെയൊക്കെ തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മ നോക്കി സ്ഥിരമായിട്ട് ഈ പ്രാർത്ഥന നടത്തുന്ന നമ്മുടെ ഓരോ ചേച്ചിയും അതുപോലെ ലീലാമയും ഈ വ്യക്തികളൊക്കെ നോക്കി എത്ര ചെറുപ്പമായിട്ടിരിക്കണേ. അതിന് കാരണം എന്താ? ബ്യൂട്ടി പോയിട്ടാണോ? അല്ല, ദൈവജനത്തിന് അങ്ങനെയാ. മനുഷ്യനെ അതാണ് സങ്കീർത്തനം പറഞ്ഞല്ലേ. എന്താ പറഞ്ഞത്? സങ്കീർത്തനം പറയുന്നില്ലേ 103 എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്താണ് പറഞ്ഞത്? നിന്റെ യൗവനം ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. നിന്റെ യൗവനം കഴുകന്റേതുപോലെ, അതാണ് 4-ാമത്തെ വാക്യാന്ന് തോന്നെ. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടുന്നു. കണ്ടോ? നമ്മുടെ യൗവനത്തെ കർത്താവ് നിലനിർത്തുക, നവീകരിക്കപ്പെടുകയാണ്. അത് കണ്ടോ? അത് നവീകരിക്കപ്പെടുന്നു. എപ്പോഴാണ്? ദൈവത്തെ വാഴ്ത്തുമ്പോ, ദൈവത്തെ സ്തുതിക്കുമ്പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നോക്കിക്കോ. ഇപ്പോൾ ദൈവം പറയുന്ന വ്യക്തികളെ നോക്കിക്കോ. കർത്താവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി നമ്മുടെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോട്ടെ, കെട്ടഴിഞ്ഞു പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ബ്രദർ പോയി ലൈനിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. പ്രകാശം കൂട്ടായ്മയെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂട്ടായ്മയിൽ കടന്നു വന്ന ധ്യാനം കൂടി കടന്നുപോയ എല്ലാ മക്കൾക്കും നിലനിൽപ്പിന്റെ വരം നൽകുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ കൂട്ടായ്മയെയും ബ്രദറിനെയും ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനായ മര്യാദ സച്ചിനെയും അഭിഷേകം ചെയ്ത
പരിശുദ്ധ പരമേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധ്യാനത്തിന് കൊണ്ടുവന്ന് നയിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സാക്ഷ്യം പറയാണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പറയട്ടെ. അപ്പോഴേക്കും ബ്രദർ കയറുകയാണെങ്കിൽ കയറട്ടെ. പ്രാർത്ഥിക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, സെപ്റ്റംബർ 28-ാം തീയതി അവനൊരു സർജറിയാ. ലങ്സിനും ലിവറിനും കൂടെ ഇടയ്ക്ക് 6.5 mm ഒരു മുഴയാ. അത് റിമൂവ് ചെയ്തില്ലേ പൊട്ടി ഇന്റർണൽ ബ്ലീഡിങ് ആകും. ഭയങ്കര റിസ്കിയാണ്. അവന്റെ ബ്ലഡും അങ്ങനെ ക്ലോട്ട് ആകുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷനില്ല. പ്രത്യേകം പ്രാർത്ഥിക്കണേ എല്ലാവരും. ബ്രദർ കേറിയിട്ടുണ്ട്. കേക്കാവാ? കേൾക്കാം. നെറ്റ് പോയി, എന്നിടയ്ക്ക് നെറ്റ് പോയായിരുന്നു. നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലിയ ഹാലേലിയ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ കർത്താവേ യേശുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ, പരിശുദ്ധാത്മാവേ കനിയണമേ. കർത്താവെ അത്ഭുതങ്ങൾ ചെയ്ത തിന്മയുടെ ശക്തികള്, കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയെ അനുകൂലപ്പെടുത്തുന്ന ദുഷ്ടശക്തികള്, വായു, വെള്ളം, തീ, മാലിന്യത്തിലൂടെ വരുന്ന കെട്ടിലഴിയട്ടെ. വായു, തീ, കാറ്റ്, അന്യവ്യക്തികളിലൂടെ വരുന്ന കെട്ടിലഴിഞ്ഞു പോട്ടെ. കർത്താവെ എല്ലാ തിന്മയുടെ ശക്തികൾ, അന്തിക്രിസ്തുവിന്റെ ആത്മാവ്, ദുഷ്ടത്തിലേക്ക് തടസ്സം നിൽക്കുന്ന തിന്മകള്, അരാജകത്തിന്റെ അജ്ഞാത ശക്തികള് ബന്ധിക്കപ്പെട്ട കർത്താവെ മാറാനത്ത അവൻ വരട്ടെ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവദിനം കേൾക്കുന്ന എല്ലാവരുടെ മേലുള്ള പാപം നീക്കി കളയണമേ, ശാപം നീക്കി കളയണമേ. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. കർത്താവേ അയക്കണമേ. ഹാലേലിയ ഹാലേലിയ. ആരാധന. കർത്താവെ കരുണ കാണിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ 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 ഹാലേലിയ. കർത്താവെ കൃപയ്ക്ക് മേൽ കൃപ വർഷിക്കട്ടെ. നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ ഗ്രഹിക്കപ്പെടാവുന്നു. നമ്മുടെ ദൈവപരമായ ഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെ മേലും ഞങ്ങളുടെ വാഗ്ദാന പ്രകാരം ആത്മാവ് നിറയപ്പെടുവാൻ, ആത്മാവ് നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ നമ്മള് കാണുകയായിരുന്നു എന്താണ്, അപ്പോ വചനം നമ്മെ എന്ത് ചെയ്യുന്നു? അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. രണ്ടെന്നാണ്, ദുഷ്ടനെ ജയിക്കാൻ അങ്ങയുടെ വചനം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് ദുഷ്ടനെ ജയിക്കാൻ പറ്റുന്നു. വചനം നമ്മളെ, ഹെബ്രായർ 1:3, വചനം നമ്മെ താങ്ങി നിർത്തുന്നു. വചനം നമ്മെ താങ്ങി നിർത്തുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 15:3, ഞാൻ പറഞ്ഞ വചനം ഇതാ, വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അടുത്തതാണ് ഞാൻ പറഞ്ഞ വചനം ആത്മാവാണ്, ജീവനാണ്. ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകൻ 42:15 പറഞ്ഞു, എന്താണ്? അങ്ങയുടെ വചനം നിമിത്തം എന്താണ് കർത്താവ് പറയുന്നത്? 42:15 പറയുന്നതാണ് എന്താണ്? കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. അപ്പോ കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വഴി. ആരാണ്? വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് രോഗശാന്തി കിട്ടുന്നത്, നമ്മുടെ ചില തടസ്സങ്ങൾ മാറുന്നത്, ബന്ധനം കഴിയുന്നത് വചനമാണ്. നമുക്കറിയാം, മത്തായി 8:16-17 നമ്മൾ കാണുന്നു. സായാഹ്നമായപ്പോൾ അനേക രോഗികളെ കൊണ്ടുവന്നു, പിശാചുബാധിതരെ കൊണ്ടുവന്നു. അവരെല്ലാം കർത്താവ് ഉപയോഗിച്ചത് അവിടുത്തെ വചനത്താൽ അവരെ രോഗികളെ സുഖപ്പെടുത്തി, വചനത്താൽ അവരെ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ സമയം വചനം കേൾക്കുമ്പോൾ ഇതാ നമ്മളിലുള്ള തിന്മ വിട്ടു പോകുന്നു. വചനം കേൾക്കുമ്പോൾ നമ്മളിലുള്ള അശുദ്ധി വിട്ടു പോകുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ ഉണർവുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അതാണ് ജെറമ്യാ പറഞ്ഞത് 15:16, കർത്താവേ ഞാൻ അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോ അത് ഭക്ഷിച്ചു, അതെന്റെ ഹൃദയത്തിന് ആനന്ദം നൽകി. അപ്പൊ ഇന്ന് പള്ളി പോകുന്ന യുവാക്കള് അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങള് കുടുംബപ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് എന്താണ്? ഒരു ആനന്ദമില്ല. അമ്മയുടെ പ്രാർത്ഥന കണ്ട, അച്ഛനൊരു പ്രസംഗം, ഒരു ധ്യാനം, പള്ളി പോയിട്ട് എന്താ ഒരു ആനന്ദമില്ല. അവർ ബോറടിയാണ്. അവർക്കൊരു അനുഭവം ഉണ്ടാവണില്ല. എന്തുകൊണ്ടാണ്?
അപ്പൊ അതിനൊരു ഒറ്റൊരു കാരണം എന്താണ്? അതിന്റെ ഒരു കാരണം ദൈവത്തിന്റെ വചനം പറയാണ്, അങ്ങയുടെ വചനം അവർ ഭക്ഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കൊണ്ട് വചനം ഭക്ഷിക്കാത്ത വ്യക്തിക്ക് ജീവിതത്തില് സ്പിരിച്വലായിട്ട് പോകുന്ന വ്യക്തിക്ക് ഓർക്കുക, ഇതിൽ നിന്ന് അവർക്കൊരു ആനന്ദം ഉണ്ടാവില്ല. ഇതൊരു വെറുതെ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇതൊരു കഥ കേൾക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും, ഒരു അനുഭവം ഉണ്ടാവുന്നില്ല. എന്താണ് കാരണം? വചനം പറയുന്നത് അത് ആത്മാവിൽ എന്താണ്? ആത്മാവ് എന്താ? ഇത് വചനം പരിശുദ്ധാത്മാവിൽ നിവേശിതമാണ്. പ്രൈസ്. അത് തെറ്റുതിരുത്തലിനും, അങ്ങനെയാണ് പൗലോസ്ലീഹ പറയുന്നത്, തെറ്റുതിരുത്തലിനും ശാസനത്തിനും ഉണ്ടോ ഇതിനുപകരിക്കുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചത് സത്യമാ. വചനം പറയുന്നതാണ്. ഒന്ന്, തെറ്റുതിരുത്തലിന് ഉപകരിക്കുന്നു. കണ്ടോ, നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തില് പലപ്പോഴും തെറ്റുതിരുത്തപ്പെടുന്നപ്പോഴാണ് വചനമാണ് ഒരു മനുഷ്യനെ തെറ്റ് ശരിയായി മാറ്റുന്നത്. അതാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തില് പരിശുദ്ധാത്മ പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മ പറയുന്നത് എങ്ങനെയാണ്? ഇത് കണ്ടോ, വചനം മനുഷ്യനെ തെറ്റിൽ നിന്ന് തിരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുന്നത് വഴി നാം അനുഗ്രഹിക്കപ്പെടുന്നു. വചനം വായിക്കുന്ന വഴി. വെളിപാടിന്റെ 1:3 നമ്മൾ കേട്ടതാണ്. ഈ പ്രവചനത്തിലെ വാക്ക് ആര് വായിച്ചിട്ടുണ്ടോ, ആര് കേട്ടിട്ടുണ്ടോ, ആര് അനുസരിച്ചിട്ടുണ്ടോ? 3 കാര്യം. വചനം വായിച്ച് ആര് കേട്ടിട്ടുണ്ട്, ആരനുസരിച്ചിട്ടുണ്ട്, അവരെന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ചുമ്മാ അനുഗ്രഹിക്കപ്പെടില്ല, വായിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വചനത്തോടൊരു ദാഹം എനിക്ക് തരണം, വചനം ഭക്ഷിക്കാനുള്ളൊരു ദാഹം എനിക്ക് തരണമേ എന്ന് എപ്പോഴും നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ് എന്ന് വിളിച്ചു. അപ്പൊ ഈ കൂട്ടായ്മയിൽ നമ്മളെയൊക്കെ വചനം ആര് വന്നു, ആരവർ സ്വീകരിച്ചോ അവർ ദൈവത്തിന്റെ മക്കളായി മാറും. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളായി മാറി. ഹല്ലേലൂയ. ദൈവമക്കളുടെ സ്വഭാവം വേണം. വചനം സ്വീകരിച്ചു. അതാണ് മത്തായി 11:28 ഈശോ പറഞ്ഞെന്താണ്? അധ്വാനിച്ചവര്, ഭാരമരിക്കുന്ന ഏതെങ്കിലും കാര്യത്തില്, മക്കളുടെ കാര്യത്തിലോ ഏതെങ്കിലും കാര്യത്തിൽ ഭാരപ്പെടുന്നവര് ഒറ്റ കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഈശോ എന്നോട് സംസാരിക്കണമേ. നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള സങ്കീർത്തനം വായിക്കണം. അതാണ് സുഭാഷിതം പറഞ്ഞത്. 1-ാമത്തെ സുഭാഷിതന്റെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സുഭാഷിതന്റെ ആമുഖം വായിച്ചു നോക്കിയേ. സുഭാഷിതന്റെ ആമുഖം എടുത്തേ. അതിലെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ആമുഖം മാത്രമായി. ബൈബിള് സുഭാഷിതന്റെ ആമുഖം എന്ന് വായിച്ചേ. അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതിനും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകമായ സൂക്തങ്ങളുടെ സമാഹാരമാണ് സുഭാഷിതങ്ങൾ. കേട്ടോ പ്രിയ അമ്മമാരെ, കേട്ടോ. നിങ്ങളുടെ ജീവിതത്തില് മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ, ഭർത്താവിൽ പ്രശ്നം വരുമ്പോ, ബിസിനസ്സിൽ പ്രശ്നം വരുമ്പോ, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? വിവേകത്തോടെ. കണ്ടോ, ജ്ഞാനത്താൽ നയിക്കുന്നതിനും വിവേകത്താൽ നയിക്കപ്പെടുന്നതിനും വേണ്ടി എഴുതപ്പെട്ടതാണ് ഏത്? സുഭാഷിതങ്ങൾ. സുഭാഷിതങ്ങൾ എത്ര അധ്യായം ഉണ്ടെന്ന് നോക്കിയേ? 31 അധ്യായം കാണും. മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയേ? 31 അല്ലെങ്കിൽ 29. ഫെബ്രുവരിയിലാണ് 28. ഓർക്കുക. അപ്പൊ നമ്മുടെ ദിവസങ്ങൾ എന്നും നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യപ്പെടാൻ വേണ്ടി എഴുതപ്പെട്ട സൂക്തങ്ങളാണ് സുഭാഷിതങ്ങൾ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ബൈബിൾ എടുക്കാം. 2 തിമോത്തിക്കാർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചിട്ടുള്ളതാണല്ലോ. കണ്ടോ, പഠിച്ചിട്ടുള്ളതാണല്ലോ. 16-ാമത്തെ വാക്യം വായിച്ചേ. 2 തിമോത്തി 3:15, 16 വാക്യം, 17 വാക്യം വായിച്ചോ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അത് പഠിക്കുക മാത്രമല്ല, അറിയുകയും ചെയ്തവനാണ്. കണ്ടോ, പഠിച്ചു അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പെടുത്തുക. അതെന്താണ്? അതെന്തൊക്കെയാണെന്ന് പറഞ്ഞത്? വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണല്ലോ. കണ്ടോ, അടുത്ത വാക്യം വായിച്ചേ. അവ പ്രബോധനത്തിനും കണ്ടോ, പ്രബോധനത്തിനും 2 ശാസനത്തിനും 3 തെറ്റുതിരുത്തലിനും 4 നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. കണ്ടോ, അത് എന്തൊക്കെ ചെയ്യുന്നു? അപ്പൊ 4 കാര്യമാണ്. നീതിയിലുള്ള പരിശീലനം, കണ്ടോ, തെറ്റുതിരുത്തലിന്, ശാസനത്തിന്, പ്രബോധനത്തിന്, കണ്ടോ, വാക്യം ഉപകരിക്കുന്നു. ഇത് 17-ാമത്തെ വാക്യം. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും
എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. കേട്ട പറയപ്പെട്ടവരെ, ഭക്തരായ ഓർക്കുക, ഇതുവഴി എന്താണ് യേശു പറഞ്ഞു? ഇതുവഴി ദൈവഭക്തരായ മനുഷ്യൻ, നമ്മളെല്ലാവരും ദൈവഭക്തരാണ് അല്ലെ? ഇതുവഴി മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നു. പൂർണ്ണത കണ്ടോ? ആത്മാവിലുള്ള പൂർണ്ണത. യേശു പറഞ്ഞില്ല എല്ലാം പൂർത്തിയായി, എല്ലാം പൂർണ്ണത കൈവരിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പൊ ഇതാണ് ഒരു ദൈവാത്മാവിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വചനം ഒരു നിസ്സാര കാര്യമല്ല. ബൈബിൾ അവിടെ എവിടെയും ഇനി ബൈബിൾ എങ്ങനെയാണ്? ബൈബിൾ പറഞ്ഞു ബൈബിൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? പരിശുദ്ധാത്മ പറഞ്ഞത് നമ്മളെപ്പോഴും ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇരുന്നല്ലേ വായിക്കുന്നത്. എന്നാൽ നെഗമ്യ പ്രവാചക പുസ്തകം 9-ാമത്തെ അധ്യായം 1, 2, 3 വാക്യത്തിൽ പറയാണ് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്. വായിച്ചു നോക്കിയേ. നെഗമ്യ പ്രവാചക പുസ്തകം 9-ാമത്തെ അധ്യായം 1, 2, 3 വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം നമ്മോട് പറയാണ്. വായിച്ചേ. അവിടെ സമയം നീ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നീ സംസാരിക്കേണ്ടതെന്നും വചനത്തെക്കുറിച്ചും അവിടെ വചനം എങ്ങനെ വായിക്കണമെന്ന്, എഴുന്നേറ്റ് നിന്ന് വായിക്കണം എന്നൊക്കെ പറയുന്നു. വായിച്ചേ. അന്യജനതകളിൽ നിന്ന് കിട്ടിയ അങ്ങനെയല്ല, അന്യജനതകളിൽ നിന്ന് വേർതിരിക്കുകയും നെഗമ്യ 9:1 ജർമ്മിയ അല്ല നെഗമ്യ. പുറപ്പാട് കഴിഞ്ഞിട്ട് യോശുവ കഴിഞ്ഞിട്ട് കുറച്ച് പാടുണ്ടാക്കിട്ടെ അല്ലേ? നെഹമ്യ 9:1. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചവിട്ടുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. കേട്ട പ്രിയരെ, അപ്പൊ പുസ്തകം എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? എഴുന്നേറ്റ് നിന്ന് വായിക്കുന്ന ഒരു ജനം കണ്ടോ? പ്രൈസ് അലോൺ. അപ്പോ ഇന്നലെ വരെ ബൈബിള് കടന്ന് വായിച്ചവര് ഓർക്കുക, ഇരുന്ന് വായിച്ചവര് ഓർക്കുക, ദൈവജനം വായിക്കേണ്ടത് എഴുന്നേറ്റ് നിന്നാണ്. കണ്ടോ? പാപം ഏറ്റു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിച്ചു. ആണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ അതുകൊണ്ട് ഈ വചനം നമ്മളിൽ മാംസം ധരിക്കാൻ, അത് 30, 60, 100 മേനി ഫലം നൽകാൻ നമ്മളെയൊക്കെ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. വചനം നമ്മളെ നിറയപ്പെടാൻ പ്രാർത്ഥിക്കണം. വചനം അനേകർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ വചനത്തിന്റെ അതാണ് ഈ പൗലോസ്ലീഹ പറഞ്ഞതല്ലേ, വചനം പ്രസംഗിക്കുന്നില്ലേ നിനക്ക് കഷ്ടം ഉണ്ടാകും, വചനം പ്രസംഗിക്കുന്നില്ലേ നിനക്ക് ദുരിതം ഉണ്ടാകും. വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് കഷ്ടം ഉണ്ടെന്ന് ഓർക്കണം. നമുക്ക് ദുരിതം ഉണ്ടാവണം. നമുക്ക് ദുരിതം ഉണ്ടാവണം. എന്നെ കാരണം എന്താ? കോവിഡ് വന്നതുകൊണ്ടല്ല. വചനം എന്താണ് ഈശോ പറഞ്ഞത്? നമ്മൾ ക്രിസ്ത്യാനി കണ്ടോ, എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ളതാണ് സുവിശേഷ വേല. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ മനുഷ്യനെ എപ്പോഴും ഈ കാലഘട്ടത്തില് മനുഷ്യനെ ഒരുക്കണം നമ്മളെല്ലാം. ഈ കൂട്ടായ്മയില് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 50ഓളം വരുന്ന ഇപ്പോ 54ഓളം പേരുണ്ട്. ഓർക്കണം, 58ഓളം പേരായി. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓർക്കണം, നമ്മളിതാ ചത്ത് പൊഴുതിനുണ്ട് ശരീരത്തിന്റെ സൗഖ്യത്തേക്കാൾ അപ്പുറത്ത്, ഒരു വിസയ്ക്ക് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിത്യതയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കണം കേട്ടോ. നിത്യതയ്ക്ക് വേണ്ടി മക്കളെ ഒരുക്കണം. നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കേണ്ട സമയങ്ങളിലൂടെ കടന്നുപോയി പ്രിയരെ. അവന്റെ 2ാം വരവിന് വേണ്ടി ഒരുക്കേണ്ട സമയമാണെന്ന് തിരിച്ചറിയേണ്ട സമയമായി പ്രിയരെ. അതാണ്ട് അപ്പം കണ്ടത് കൊണ്ട് അവര് വന്നു എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞില്ലേ, ഞാൻ തരുന്ന നിത്യമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. കണ്ടോ? അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, നീ ലോകം മുഴുവൻ നേടി നിന്റെ ആത്മാവ് നശിച്ചുപോയിട്ട് എന്താ കാര്യം പറയപ്പെട്ട മക്കളെ? അതുകൊണ്ട് നീ തിരിച്ചറിയണം, നിത്യതയുണ്ട്, സ്വർഗമുണ്ട് എന്ന് തിരിച്ചറിയണം. നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാണ്ട് ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി, ഈ ലോകത്തിന് വീട്, ഒരു ജോലി, ഒരു വിസ, അതിനേക്കാൾ അപ്പുറത്ത് എന്റെ മക്കളെ ഓർക്കുക, നീ വിസയ്ക്ക് വേണ്ടി, നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, IELTS പാസ്സാവാൻ നീ പ്രാർത്ഥിക്കുമ്പോ, OET പാസ്സാവും, അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഓർക്കണം, നീ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് നാളെ കൊച്ച് കാനഡയിലും അമേരിക്കയ്ക്കും പോയി ആ കൊച്ചിന്റെ ആത്മാവ് നശിച്ചുപോയാൽ പ്രിയ പിതാവേ, നീ ഉത്തരവാദിയാണ്. കാരണം എന്താ? ഇന്ന് വരെ നിന്റെ കുഞ്ഞിന്റെ നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ നല്ല കള്ളന് തിരിച്ചറിവുണ്ടായി. നല്ല കള്ളന് തിരിച്ചറിഞ്ഞപ്പോ കണ്ടോ, എപ്പോഴാ തിരിച്ചറിഞ്ഞത്? കർത്താവിന് കൂടെ കടന്നപ്പോ, അവൻ കുരിശിന്റെ മധ്യ കിടക്കുമ്പോൾ അവന് തിരിച്ചറിവുണ്ടായി. ദൈവമേ, ഈ ലോക ജീവിതം ഇവിടെ കൊണ്ട് തീരേണ്ടതല്ല. നാളെ എന്റെ കോടതി, എന്റെ ഈ കൊലക്കറ്റത്തിൽ നിന്ന്, ഈ കുരിശുമരത്തിൽ, ഈ മരണത്തിൽ നിന്ന്, ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് എനിക്ക് രക്ഷയിൽ, എനിക്ക് കിട്ടേണ്ടത് നിത്യതയാണ്. നല്ല കള്ളൻ ഉറപ്പുണ്ട്. അവൻ വിളിച്ചു പറഞ്ഞു,
അതാ അങ്ങ് എന്നോട് കണേ, അങ്ങ് പർദീസ എന്നെയും കൂടി ഓർക്കണേ എന്ന് നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അവൻ? സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരൻ, എത്ര നാളെ നമ്മൾ ദൈവജനം കേൾക്കണേ? സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഞാൻ ഇന്ന് മരിച്ച സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾ ഇന്ന് മരിച്ച കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ കൊച്ചു ഫസ്റ്റ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ബെസ്റ്റ് ആകാൻ പ്രാർത്ഥിക്കണം. A+ ഫുള്ള് പേർക്ക് നേടാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം, ദൈവം എന്റെ കൊച്ചിന് നിത്യത കിട്ടണമേ. നിത്യത കിട്ടുമോ? ഇന്ന് ഞാൻ മരിച്ചാൽ, എന്റെ കുഞ്ഞ് മരിച്ചാൽ, എന്റെ ഭർത്താവ് മരിച്ചാൽ, ഞാൻ മരിച്ചാൽ, ഈ ദൈവവചനം കേൾക്കുന്ന ഞാൻ പ്രസംഗിച്ചാൽ മക്കളെ എനിക്ക് നിത്യത കിട്ടുമോ എന്ന് ഓർക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മളെപ്പോഴും സ്വർഗം കണ്ടു വേണം. അതാണ് ഹീബ്രു 12:1 പറയുന്നില്ലേ, നമ്മെ ഭാരപ്പെടുത്തുന്ന ദുഃഖവും പാപവും നീക്കിക്കളഞ്ഞ് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? വിസയല്ല. നമ്മുടെ ലക്ഷ്യം വട്ടച്ചോറി മാറുന്നതല്ല. നമ്മുടെ ലക്ഷ്യം മുട്ടുവേദന മാറുന്നതല്ല. നമ്മുടെ ലക്ഷ്യം നടുവേദന മാറുന്നതല്ല പ്രിയരെ. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് എന്നോർക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? അതാണ് പൗലോസ് തിരിച്ചറിഞ്ഞപ്പോ പറഞ്ഞില്ലേ, എന്താണ്? ഞാൻ വായിച്ചു നോക്കിയേ, ഹെബ്രായർ ലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. സ്ലീഹ വായിക്കേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കൊണ്ടുവേണം നാം ഓടാൻ. കണ്ടോ, നമ്മൾ ഓടാൻ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവനെ കണ്ടുകൊണ്ട് വേണം ഇവന്റെ അടുത്തേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അവിടെ ദൈവമേ അപകടം കൂടാതെ അവിടെ എത്തുക എന്നല്ല, അതിനപ്പുറത്ത് ദൈവമേ അപകടത്തിൽ പെട്ടാൽ അപകടം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകും, മകമാരി ഉണ്ടാകും, കോളറ ഉണ്ടാകും, പനി ഉണ്ടാകും, ചിക്കൻകുനിയ വരും, ഡെങ്കിപ്പനി വരും, മരിക്കും, ടക്ക് വരും. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഓർക്കുക, അവനെ കണ്ടുകൊണ്ട് വേണം ഞാൻ ഓടാൻ. കണ്ടോ, എങ്ങനെ വേണം ഓടാൻ? അവനെ കണ്ടുകൊണ്ട് വേണം ഓടാൻ. ഹല്ലേലൂയ. എന്റെ നോട്ടം കർത്താവിലായിരിക്കണം. എന്റെ നോട്ടം കർത്താവിലേക്കായിരിക്കണം, നിത്യതയിലേക്കായിരിക്കണം, സ്വർഗത്തിലേക്കായിരിക്കണം എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വരെ എന്റെ ജീവിതം രോഗശാന്തിക്ക് മാത്രം, ഭൗതികക്ക് മാത്രമാണ് ഞാൻ അത് ആഗ്രഹിച്ചോ? തെറ്റല്ല. നമുക്ക് ഇതൊക്കെ വേണം, ഇതൊക്കെ ആവശ്യമാണ്. ഈശോ പറഞ്ഞിട്ടില്ലേ, ചോദിച്ചോ തരും ദൈവം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നീ ഓർക്കുക, ദൈവമേ നിത്യതയുണ്ട്, സ്വർഗമുണ്ട് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. മക്കളെ എന്നും നമ്മൾ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു രഹസ്യമെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവര് ദൈവമേ നരകത്തിൽപ്പെടാതെ നിത്യതയിലെത്തുവാനായിട്ടുള്ള ചിന്തയും നല്ല ബോധ്യങ്ങളും നല്ല പ്രബോധനങ്ങളും കാണാനും കേൾക്കാനും. ഇന്ന് പലരും ചിന്തിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത്? നരകം സ്വർഗമൊക്കെ ഇവിടെയാ. കള്ളുകൂടിയും പറയുന്നത് എങ്ങനെയാ അല്ലെ? S22 പറയുന്നുണ്ട്, കള്ളുകൂടിയും പറയുന്നു നമ്മൾ എന്തായാലും മരിക്കും. അങ്ങനെ കള്ളുകൂടിയും പറയണേ, എന്തായാലും നമ്മൾ തട്ടിപ്പ് കൂടേക്കാം, അതുകൊണ്ട് നമുക്ക് മരിക്കാം, ജീവിക്കാം. കണ്ടോ, S22 22-ാമത്തെ അധ്യായം 12 മുതലുള്ള വാചനം വായിച്ചു നോക്കിയേ. ഒരു കള്ളുകൂടിയും പറയുന്നത് എഴുതി വെച്ചിരിക്കുകയാണ്. S22-ാമത്തെ അധ്യായം 12 മുതൽ 12, 13, 14 വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്താ വായിച്ചേ? സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി. തല മുണ്ഡനം ചെയ്യുന്നതിനും ചാക്കുറുക്കുന്നതിനും അവിടുന്ന് ഇടയാക്കി. എന്നാൽ അവിടെ ആഹ്ലാദ തിമർപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചി തീറ്റിയും വീഞ്ഞുകുടിയും. ഈ പെരുന്നാളിനെ കുറിച്ച് തിന്നുന്നവരെ കുറിച്ച് കർത്താവ് പറയാണ്, മക്കളെ നിങ്ങൾ ആടിനെയും കോഴിനെയും കൊത്ത് കർക്കിടക മാസമാണ് ബ്രാത്ത് വെച്ച് കുടിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട, തിന്നണം കുടിക്കണം ഒക്കെ ഉണ്ട്. കള്ളുകൂടിയും പറയുന്നതാണ് തിന്നാൻ കുടിക്കാം ആഹ്ലാദിക്കാം, നമുക്ക് തകർക്കാം, ടൂർ പോകാം, എന്ന് നമുക്ക് അടിപൊളിക്കാം നമുക്കെന്നൊക്കെ പറയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയണം. എന്നിട്ട് അടുത്ത വായിച്ചു നോക്കിയേ, അടുത്തെന്താണ്? നമുക്ക് തിന്നു കുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കും. നാളെ നമ്മൾ മരിക്കും എന്നവർ പറയുന്നു. അതാണ് പെട്ടകത്തിൽ കയറിക്കോ. കണ്ടോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും നമ്മൾ തട്ടിപ്പോകും, അതുകൊണ്ട് നമുക്ക് തിന്ന് സൂഹിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ കാരണന്മാർ ചിന്തിച്ചെങ്കിലോ? മനസ്സിലായോ? അങ്ങനെയൊന്നും അവർ ചിന്തിച്ചില്ല. കണ്ടോ, അവരുടെയൊക്കെ ആത്മീയത എത്രയോ വലുതായിരുന്നു. സന്ധ്യയാകുമ്പോ പള്ളി പോകുന്നു, ഞായറാഴ്ച പള്ളി പോകുന്നു, സന്ധ്യയാകുമ്പോ സന്ധ്യപ്രാർത്ഥന, ഉണക്കമാസം, പ്രിയപ്പെട്ടവരെ കുടപ്രാർത്ഥന, ഇങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകളായിരുന്നു അവരുടെ ജീവിതത്തിൽ. അതല്ലേ ഇന്ന് നിലനിർത്തിയത്. അടുത്ത വായിച്ചേ, അടുത്തെന്താണ്? അടുത്തത്, സൈന്യങ്ങളുടെ കർത്താവ് എന്റെ കാതിൽ മന്ത്രിച്ചു, എന്താണ് മന്ത്രിച്ചത്? നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. ബൈബിളില് ബാക്കി എല്ലാ പാപം ക്ഷമിക്കപ്പെടുന്നത് ബൈബിളിൽ യേശു പറഞ്ഞെങ്കിൽ ഇവിടെ കർത്താവ് പറയുന്നൊരു വചനം പറയാൻ, കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ്
ആരുടെ കാതിൽ മന്ത്രിക്കുകയാണ്? എന്താണ് മന്ത്രിച്ചത്? മരിക്കുന്നത് വരെ. ശ്രദ്ധിച്ചേക്കണം കേട്ടോ. മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടില്ല. ഏത് അകൃത്യം? നീ നേരത്തെ പറഞ്ഞ കാര്യം, മരിക്കാൻ നമുക്ക് നാളെ നമ്മൾ മരിക്കും, അവിടെ തിന്നു കുടിച്ചു മതിക്കാം, വീഞ്ഞു കുടിക്കാം, കുഴപ്പമില്ല എന്ന് പറയുന്നവര് കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ മരിക്കുന്നത് വരെ കണ്ടോ? ക്ഷമിക്കപ്പെടാത്ത ഒറ്റൊരു പാപത്തെ ഓർത്ത കള്ളുകുടിയെ മദ്യപിക്കുന്ന സഹോദരി ഓർക്ക്, ഈ പാപം ക്ഷമിക്കപ്പെടില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. കൊണ്ട് നന്നായിട്ട് അനുദപിച്ച് കുംസാരിക്കണമേ. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തില് 4-ഉം 5-നും പറയുന്നു. വായിച്ചേ, 1-4 വായിച്ചേ, 4-5 വായിച്ചേ, 1-4 വായിച്ചേ. 4 എന്താണ്? സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു. സോറി, വിലാപം 1 ജോയൽ 1:4. ജോയൽ 1:4. വീട്ടിൽ ശേഷിപ്പിച്ചത് കിട്ടിയാ? ജോയൽ 1:4 കിട്ടിയാ? വായിക്കേ. വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു. വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു. പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ. വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ. മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടി മാറ്റിയിരിക്കുന്നു. ഓഹോ, കേട്ടോ? വചനം കേട്ടോ മദ്യപന്മാർ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ മദ്യപിക്കുന്നുണ്ടെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവർക്ക് ഈ മധുരമുള്ള വീഞ്ഞ് അവരുടെ അധരങ്ങളിൽ മധുരമുള്ളതാക്കി മാറ്റാം. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ അവർക്ക് ഈ വീഞ്ഞ്, അവർക്ക് ഒരു പക്ഷേ അവർ ടെൻഷൻ മാറ്റി കൊടുത്തിട്ടുണ്ടാവും ഒരു കാലത്ത്. ഒരു പക്ഷെ അവർക്ക് ജോലി ചെയ്യാൻ, ചില ടെൻഷൻ മാറ്റാൻ, നല്ല ഉറക്കം കിട്ടാനൊക്കെ വീഞ്ഞ്, ലഹരി വസ്തുക്കൾ ഒരു സഹായിച്ചെങ്കിൽ ഇന്ന് ദൈവം അതൊരു തിന്മയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീഞ്ഞ് കുടിക്കരുത്, അതിലൊരു ദുരാത്മാവുണ്ട്, ഒരു ദുരാസക്തി നിന്നെ ഉള്ളിൽ പ്രവേശിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ദുരാത്മാവാണ്. അതുകൊണ്ടോ ആ ദുരാത്മാവ്, വീഞ്ഞിൽ ദുരാസക്തി ഉണ്ട്. അതാ കർത്താവ് പറഞ്ഞ, നിങ്ങൾ മദ്യത്തിൽ നോക്കിയിരിക്കരുത്. കുടിക്കല്ല, കുടിക്കുന്നേക്കാൾ വലിയാണ് നോക്കി പോലെ ഇരിക്കരുതെന്ന് സുഭാഷിതം 23:29 പറഞ്ഞത്. നോക്കിയിരുന്നാൽ നിന്റെ കുടുംബത്തിൽ ദുരിതം ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും, കലകൊണ്ടാവും. അവസാനം അതിനെ പാമ്പിനെ പോലെ നിന്നെ കൊത്തും, അത് നിന്നെ അണലി പോലെ കടിക്കും. അങ്ങനെ നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെ പാമരത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയായി നിന്റെ കുടുംബം, നിന്റെ ബിസിനസ് തകർന്നു പോകും. മദ്യപാന തൊഴിലാളി, നിനക്ക് ധനവാനാകാൻ പറ്റില്ല. മദ്യപാന തൊഴിലാളി, നീ കീറത്തുണി എടുക്കേണ്ടി വരും. മദ്യപാന തൊഴിലാളി, നിനക്ക് കീറത്തുണി എടുക്കേണ്ടി വരും എന്ന് ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഈശോ പറഞ്ഞതാണ്, കർത്താവ് പറയാണ്. അതുകൊണ്ട് എന്താണ്? വെട്ടുകിളി ശേഷിപ്പിച്ചത് നമ്മൾ വിചാരിച്ചത് എന്താണ്? ബാക്കി വെച്ചത് ഇതാ പച്ചക്കുതിര തിന്നുകൊണ്ടിരിക്കണം. പച്ചക്കുതിര ശേഷിപ്പിച്ചു വെച്ചത് എന്താണ്? ആര് തിന്നുകൊണ്ടിരിക്കും? കമ്പിളിപ്പുഴു തിന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതുകൊണ്ട് നിങ്ങൾ മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവേൻ. ഇതാ മധുരമുള്ള വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങള് ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതാ ജോയലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിന് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്. എന്താണ് പറയുന്നത്? ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടെ വിലാപത്തോടെ 2-3 നെടുവീർപ്പോടെയും നിങ്ങളുടെ ഹൃദയത്തോടെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവേൻ. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ്. എന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഇപ്പോഴെങ്കിലും, നാളെയല്ല. മനസ്സിലായോ? ഈ വെക്കേഷൻ കഴിഞ്ഞിട്ടല്ല, ഈ മഴക്കാലം കഴിഞ്ഞിട്ടല്ല, ഓർക്കണമേ. പെരുന്നാൾ കഴിഞ്ഞിട്ടല്ല, ആഗസ്റ്റ് 15 കഴിഞ്ഞിട്ടല്ല, ഓർക്കണം. അമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ടല്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ നെടുവീർപ്പോടെയും ഉപവാസത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയെങ്കിലും തിരിച്ചു ആ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയം കീറട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മ പറയാം. ഇങ്ങനെ തിരിച്ചു വന്നാൽ ദൈവം പറയാണ്, നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം നിനക്ക് തരൂ എന്ന്. കേട്ടോ? തിരിച്ചു തരാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. എവിടെയാണ് നഷ്ടമായത്? പക്ഷെ പറഞ്ഞില്ലേ, നിനക്ക് നഷ്ടമായത് എവിടെയൊക്കെയാണ്? മക്കളാണോ, സൽപ്പേരാണോ? അതെല്ലാം തിരിച്ചു തരും. തിരിച്ചു തരാൻ കർത്താവ് പറഞ്ഞത് കണ്ടീഷൻ ക്രോസ് ആണ്. എന്താണ് കണ്ടീഷൻ ക്രോസ്? കണ്ടീഷൻ എന്താണ്? നീ വിലപിക്കണം. എന്തിനോർത്താണ്? മക്കൾ പഠിക്കാത്തതിനോർത്തല്ല അമ്മയെ കരയേണ്ടത്. ഭർത്താവ് സ്നേഹിക്കാത്തതിന്റെ പേരിലല്ല. കർത്താവിനേക്കാൾ സ്നേഹം ഇതാ കർത്താവിന്റെ കയ്യിലുണ്ട്. മക്കളെക്കാൾ സ്നേഹം, മരുമക്കളെക്കാൾ സ്നേഹം എന്താണ്? നിന്റെ കർത്താവിലുണ്ട്. നീ കർത്താവിൽ ശരണപ്പെടുക. അപ്പൊ തിരിച്ചു വരും. എന്ത് ചെയ്യുന്നു പറഞ്ഞു? വീണ്ടും അവിടുന്ന് പറയാണ്, ജോയലിന്റെ 2:25, 24, 25 ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, അന്ന് വെട്ടുകിളി ശേഷിപ്പിച്ച് കളഞ്ഞത്, നശിപ്പിച്ചു കളഞ്ഞത്, വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും.
ദൈവം തിരിച്ചു തരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കേട്ടതും ആരാധിച്ചതും പ്രാർത്ഥിക്കുന്നതും. തിരിച്ചു തരും. പക്ഷെ ഈ തിരിച്ചു വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ, ഈ തിരിച്ചുവരവില്ലെങ്കിൽ തിരിച്ചു തരലില്ല. ഈ തിരിച്ചുവരവാണ് ദൈവം കാത്തിരിക്കണേ. കണ്ടോ, പത്രോസിനെ കാത്തിരുന്നു. എന്നാ പത്രോസ് പോയപ്പോ ദൈവം തടഞ്ഞോ? പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഹലോ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പത്രോസ് പോയപ്പോ അവനാണ് തടഞ്ഞില്ലേ ദൈവം? കണ്ടോ, യുദാസിന് വേണ്ടി തടയാറുന്നില്ല. ദൈവം എല്ലാവർക്കും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, അതാണ് വെളിപാടിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം എന്താണ് പറഞ്ഞത്? അപ്പൊ എല്ലാവരും തിരിച്ചു വരണം. എവിടേക്കാണ് തിരിച്ചു വരേണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിലേക്കാ. സഭയോട് ചേർന്ന്, കുദാശയോട് ചേർന്ന്, ഇടയനോട് ചേർന്ന്, ഇടവകയോട് ചേർന്ന്, ഇടവകയുടെ പ്രവർത്തനത്തോട് ചേർന്ന്, വികാരിച്ചമ്മനോട് പറയുന്നതനുസരിച്ച് കർത്താവ് കുദാശയോട് ചേർന്ന്, കണ്ടോ, നാം ചേർന്ന് നിൽക്കുമ്പോ നമ്മുടെ അനുഗ്രഹം വലുതായി മാറും. ഹല്ലേലൂയാ. വെളിപാട് 2:19 ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നത്? വെളിപാടിന്റെ 2:19 ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞെന്താണ്? നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. അടുത്തത്, എങ്കിലും നിനക്കെതിരായി എനിക്കൊന്നു പറയാനുണ്ട്. പ്രവാചകിയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. കേട്ടോ, പലപ്പോഴും നമുക്ക് നമ്മുടെ പലയിടത്തും ദൈവം അനുദപിക്കാൻ, തിരിച്ചു വരാൻ, തെറ്റുതിരുത്താനുള്ള അവസരം ദൈവം നമുക്ക് തരുന്നുണ്ട് പ്രിയരെ. എന്നാൽ ദൈവം പറയാണ്, എനിക്ക് നിനക്കെതിരായിട്ട് ഒന്ന് പറയാനുണ്ട്. നീ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ? നിന്റെ കൂട്ടുകാരായിട്ടാ? വ്യഭിചാരിയായിട്ടാണോ? മദ്യപാനിയായിട്ടാണോ? അവിശ്വാസിയായിട്ടാണോ? ഓർക്കുക പ്രിയരെ, മനസ്സിലായോ? ഇന്നലെ ഒരു കൊച്ചനെ വാശി പിടിച്ച് ഒരു കൊച്ച് തമിഴിനെ കെട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്നിരിക്കുക. പഠിപ്പുള്ള സൗന്ദര്യമുള്ളപ്പോ ഞാൻ ചോദിച്ചു, മോളെ നീ പ്രാർത്ഥിച്ചോ? ഞാൻ പ്രാർത്ഥിച്ചു പുറത്തേ. കൊല്ലങ്ങളായിട്ട് എന്താ പ്രാർത്ഥിച്ചത്? അവനെ കിട്ടാനല്ലേ നീ പ്രാർത്ഥിച്ചത്? അതെ. കണ്ടോ, ദൈവികതാണെന്ന് അന്വേഷിച്ചോ? ഇല്ല. ഒരു 5 സെന്റ് സ്ഥലം മേടിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്ഥലത്ത് കുഴിച്ച വെള്ളം കിട്ടുമോ? ഇതിൽ വല്ല പ്രേതവാദി ഉണ്ടോ? ഈ സ്ഥലം നെഗറ്റീവ് ആണ് നമുക്ക് അന്വേഷിച്ചിട്ടാ സ്ഥലം മേടിക്കുന്നത്, അല്ലേ? ഒരു ഡ്രസ്സ് മേടിക്കുമ്പോ ആ കളർ എനിക്ക് ചേരുവോ? ഞാൻ കറുത്തതാണെങ്കിൽ, ഞാൻ നല്ല കളറാണുള്ള ആ വ്യക്തിയാണെങ്കിൽ അതെനിക്ക് ചേരുമോ എന്നൊക്കെ നോക്കിയിട്ടാ നമ്മൾ മേടിക്കുക, അല്ലേ? എങ്കിൽ ഡ്രസ്സ് പോലും മേടിക്കുമ്പോഴും എല്ലാം അന്വേഷിച്ച് ചോദിച്ചിട്ട് മേടിക്കുക. എങ്കിൽ ഇന്ന് പ്രേമിക്കുന്ന ഭർത്താവിനെയും ഭാര്യയും തെരഞ്ഞെടുക്കുന്ന പല യുവാക്കളും യുവതികളും നോക്കുക, അവരൊന്ന് ചിരിച്ചു കാണിച്ചു. അത് നമ്മുടെ കണ്ടോ, അവന്റെ 6 മാസം കൊണ്ട് അവർ വിവാഹം കഴിക്കാൻ തീരുമാനം എടുത്തു. അല്ലെങ്കിൽ 1 മാസം കൊണ്ട് വെറുതെ ഫോണിൽ കൂടെ കണ്ടിട്ടുള്ളൂ, ഫേസ്ബുക്കിലൂടെ കണ്ടു. പ്രിയപ്പെട്ടവരെ, യൂട്യൂബിലൂടെ കണ്ടു പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് പരിചയപ്പെട്ടു. ഓർക്കുക, മരണം വരെ ഈ വ്യക്തിയെ കൊണ്ടു നടക്കണ്ടേ? 5 കൊല്ലം കഴിഞ്ഞാൽ മാറ്റിയെടുക്കേണ്ടതല്ലല്ലോ. വീട് പറ്റിയില്ലെങ്കിൽ മാറ്റിയെടുക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം പറ്റിയില്ലെങ്കിൽ വേറെ കോഴ്സ് പഠിക്കാം. നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാം. എന്നാൽ ഇത് പറ്റുമോ? മരണം വരെ കൊണ്ടു നടക്കേണ്ട വ്യക്തിക്ക് ഓർക്കുക, യേശു പറയാണ്, നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്. പണ്ടത്തെ സ്നേഹം നിനക്കില്ല, അതുകൊണ്ട് അനുദപിക്കാൻ നിനക്ക് അവസരം തന്നു. നടക്കുന്നത് ഇപ്പോൾ ബോസ്കോ പുത്തൂർ ഒരു പുതിയ വൈസ് ചാൻസലറെ കൂടിയായി ലഭിച്ചിരിക്കുന്നു. അതും അതിരൂപതയ്ക്ക് പുറത്ത്. നന്ദി. പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
വാഴ്ത്തപ്പെടുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും യോഗ്യരാകുവാൻ ഈശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ിരിക്കുന്ന ആരുമേലോ ഭയങ്കര ശ്വാസം മുട്ടി നിൽക്കുന്നവന് ഭയങ്കര ശ്വാസം മുട്ടുപോലെ അനുപ്പെടുന്ന ആരെയോ ഈശോ കാണിക്കുന്നു. അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ ഓർക്കുക, വചനം കേൾക്കുമ്പോൾ അവിടെ സൗഖ്യമുണ്ട്. അതല്ലേ സങ്കീർത്തനം പറഞ്ഞ് തന്റെ കഷ്ടതയിൽ അവർ ദൈവത്തോട് വിളിച്ചപ്പോ അവിടുന്ന് അവരെ ആ കഷ്ടതയിലേക്ക് അവിടുന്ന് അവരെ ദൈവം വചനം അയച്ചു. അപ്പൊ പറയപ്പെട്ടവരെ, എന്റെ വചനമല്ല, ഞാൻ വെറും ആരാണ്? ഞാൻ വെറും ഉപകരണം. ദൈവത്തിന്റെ ശക്തി ഞാൻ പറഞ്ഞ വചനത്തിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ വചനം നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വചനം കീറി മുറിക്കുക. നമ്മളെ ഹീബ്രു പറഞ്ഞില്ലേ, എബ്രായർ ലേഖനത്തിൽ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ്. അതെന്റെ ആത്മാവിനെ കയറും. അതെന്റെ ആത്മാവിനെ, നിന്റെ സന്ധിക ബന്ധങ്ങളെ, നിന്റെ അവിടുന്ന് ഞരമ്പുകളെല്ലാം അവിടുന്ന് കീറി മുറിക്കും. കണ്ടോ, അവരുടെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ. അതുകൊണ്ട് തിന്മകളെല്ലാം വിട്ടുപോകും. അതാണ് വചനത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് നിത്യതയെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പറയുമ്പോഴും നമ്മൾ ഓർക്കുക, അയ്യോ അപ്പൊ അന്ന് അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അല്ല, ദൈവം പറഞ്ഞു അതിനെ കുറിച്ച് നീ പ്രാർത്ഥിക്കുമ്പോ നിന്റെ ആവശ്യം ദൈവം എല്ലാം നടത്തി തരും. നിന്റെ ജീവിതത്തിലെ ഒരു കുറവും കർത്താവ് വരുത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ച് ഈശോ പറഞ്ഞില്ലേ, നീ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടണ്ട. നീ എന്ത് ചെയ്യണം? ഫിലിപ്പിയ ലേഖനം 4:4 പറഞ്ഞു, നിന്റെ കർത്താവ് നിന്റെ അടുത്ത് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കർത്താവ് നിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. എന്നിട്ട് താഴത്തെ വാക്യത്തില് പൗലോസിലെ പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ ക്ഷമാശയിൽ അതുകൊണ്ട് എല്ലാവരും അറിയണം. നിന്റെ അടുത്ത് താമസിക്കുന്നവർ പറയണം, നിന്റെ ക്ഷമ അറിയണം അവര്. കണ്ടോ, നിന്റെ സഹനം അറിയണം. അവിടെ നിന്ന് പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, നിന്റെ ദീർഘക്ഷമയും സഹനവും എല്ലാം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞില്ലേ. കണ്ടോ, ഇവിടെ ഫിലിപ്പിയ ലേഖനം 4:4 പറയാണ്, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ക്ഷമാശീലം നിന്റെ ഓഫീസിലുള്ളവരൊക്കെ അറിയട്ടെ. നിന്നെ കുറിച്ച് പറയാൻ പറ്റണം. ചിലർ പറയാറില്ലേ, നീ ക്രിസ്ത്യാനി ആണോ? അവൻ ഒന്നിനെ നീ ക്രിസ്ത്യാനിയല്ലേ എന്ന് പറയാറില്ലേ. അവർക്ക് അവനെ നോക്കി പറയാൻ പറ്റണം. പരിശുദ്ധമ്മയെ നോക്കി പറഞ്ഞില്ലേ, അവൻ യേശുവിനെ നോക്കി യേശുവിന്റെ അമ്മയും അപ്പനെ നോക്കി പറയുന്നു. യേശുവിന്റെ പ്രബോധനം കണ്ട് യേശുവിനെ കണ്ടപ്പോ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് ചോദിച്ചു, ദൈവമേ, ഇവളെ വകച്ച ഉദരം ആരാണ്? ഇവളെ വകച്ച മലവൊട്ടി ഇവനെ മലവൊട്ടിയ മലകൾ എത്രയോ ഭാഗ്യമുള്ളവാ, ആ ഉദരം ഭാഗ്യമുള്ളതാ എന്ന് പറയാൻ പറ്റുന്ന തക്ക വിധം യേശുവിന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് പറഞ്ഞു. ഈശോയെ പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടുന്ന് 2 പത്രോസിന്റെ ലേഖനത്തില് 2 പത്രോസിന്റെ ലേഖനത്തില് 2 ലേഖനമുണ്ട്. അതിൽ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കിയേ. ക്രൈസ്തവന്റെ വിളി 3-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചു നോക്കിയേ. 2 പത്രോസ് കിട്ടി വായിച്ച്. 2 പത്രോസ് 3-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം തൊട്ട്. ക്രൈസ്തവന്റെ വിളി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. 2 പത്രോസ് ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ശരിയാണ് വായിച്ചോ. തന്റെ മഹത്വത്തിലേക്ക് ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. കേട്ടോ, 4-ാമത്തെ വാക്യം. ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. കണ്ടോ, എന്താണ് വാഗ്ദാനം? പരിശുദ്ധാത്മാവ്. അടുത്ത വാക്യം എന്താണ്? 5-ാമത്തെ വാക്യം വായിച്ചേ. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കാരണത്താൽ നമ്മുടെ വിശ്വാസം എവിടേക്ക് എത്തണം? നമ്മൾ എവിടെ എത്തുന്നു? പരിശുദ്ധാത്മ പറയാണ് നമ്മളെ പരിപൂർണരാക്കുന്നിലേക്ക് എത്തുന്ന നല്ലൊരു, നമ്മുടെ വീട്ടിൽ എഴുതി വെക്കേണ്ട ഒരു വചനമാണ് കേട്ടോ. എല്ലാവരും വായിക്കും. 5-ാമത്തെ വാക്യം. ഈ കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃത്തത്തെ ജ്ഞാനം കൊണ്ടും ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും
ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇതായിരിക്കണം നമ്മുടെ ഉത്സാഹം. കണ്ടോ, നമ്മുടെ ഭക്തി എവിടേക്ക് എത്താണെന്നാണ് പരിശുദ്ധാത്മ പറഞ്ഞത് മക്കളെ. അത് സഹോദരനെ എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആരാ? ഓർക്കണം, നമുക്ക് ചുറ്റുമുള്ളവരാ. നമുക്ക് അയൽവക്കാരെന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ചുറ്റുമുള്ളവരാ. അവരെല്ലാം കർത്താവ് പറയണം, നിന്റെ ഭക്തി സഹോദര സ്നേഹത്തിലേക്ക്, ക്ഷമയിലേക്ക്, ഉപവിയിലേക്ക് എത്തണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മള് വെറും കാണിച്ചു കൂട്ടുന്നതിലൊരു മാത്രമായി മാറും. മനസ്സിലായോ? പിള്ളേര് ചോദിക്കും, അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അമ്മ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? അമ്മയ്ക്ക് എന്ത് കിട്ടി? അമ്മയുടെ ജീവിതം എന്താ ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭക്തി എവിടെയോ കുടുങ്ങിക്കെടുക്കുകയാണെന്ന് ഓർക്കണം. അപ്പൊ ഒരു വൈകാരിക തലം മാത്രമല്ല ഭക്തി എന്ന് പറഞ്ഞാൽ. ആ ഭക്തി എവിടേക്കാണ്? അത് എപ്പോഴും ഓർക്കണം. എന്റെ ഭക്തി ഭക്തി എന്താണ്? സഹോദരനെ സ്നേഹിക്കുന്നതിലേക്ക് എത്തുന്നതാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ തിന്മ ഉപേക്ഷിക്കുന്നതാണ് ഭക്തി. ഭക്തി എന്താണ്? പാപത്തെ ഉപേക്ഷിക്കുന്നതാണ് ഭക്തി. ഉണ്ടോ? അതാണ് കർത്താവിന്റെ പറഞ്ഞ ഭക്തിയെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനത്തിലേക്ക് കടന്നു വരാം. സമയം തീർന്നു. ഓർക്കുക, അപ്പൊ നമ്മൾ കണ്ടു വചനത്തിന്റെ ശക്തി. നമ്മളെ വചനം എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെയും അവിടെ നമ്മുടെ ഭക്തി സഹോദര സ്നേഹത്തിലേക്ക് ഈ ആഴ്ചയിൽ നമുക്കൊക്കെ കിട്ടുന്നതെല്ലാം, നമ്മുടെ സമയം, നമ്മുടെ അറിവ് എല്ലാം കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ഒരുങ്ങാം. അവന്റെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് ഒരുക്കാം. നമുക്ക് ചുറ്റുള്ളവരോടൊക്കെ പറയണം, ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് പറയണം, നിത്യതയെ കുറിച്ച് പറയണം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരുങ്ങണം. ഓർക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഓർക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാ പ്രശ്നങ്ങള്, കടബാധ്യതകള്, രോഗങ്ങള്, ഓഫീസിലെ പ്രശ്നങ്ങള്, ബിസിനസ് സ്ഥാപനത്തിലെ പ്രശ്നങ്ങള്, വരുമാന മാർഗമില്ല, മഴ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ദാരിദ്ര്യം, മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല പലയിടത്തും. ദൈവമേ കരുണ കാണിക്കണേ പ്രാർത്ഥിക്കാം. ILDS എഴുതി തോറ്റുപോയി, ഓഫീസിലെ പ്രശ്നങ്ങള്, പ്രൊമോഷൻ കിട്ടുന്നില്ല, ഇങ്ങനെ 100,000 പ്രശ്നങ്ങള് എന്റെ മുമ്പിലുണ്ട് എന്ന് ഓർക്കണം. ഞാനൊരു പക്ഷെ ജോസഫിനെ പോലെ ഇതൊരു പൊട്ടക്കിണറ്റിലാണോ എങ്കിൽ ഓർക്കുക, ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തുവാൻ അവിടുന്ന് പറവോയുടെ ആരെയും ഇരുത്താൻ തക്ക വിധം ദൈവത്തിന് സാധിച്ചു. നോക്കുക, പാറമടയെ കടന്ന ജോൺ പോൾ മാപ്പോയെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്താൻ ദൈവം തിരുമനസ്സായെങ്കിൽ ഓർക്കുക പ്രിയ സഹോദര, നീന്നൊരു വാടക വീട്ടിലാണോ? സ്വന്തമായിട്ട് നിനക്കൊരു ഭവനം തരാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കണം. രക്ഷിക്കാനാവാത്ത അവന്റെ കരം കുറുകിപ്പോട്ടില്ലല്ലോ. നീ ഓർക്കണം, ദൈവം നിനക്ക് തരും. ചെങ്കടൽ വഴി വെട്ടി തന്ന ദൈവം നിന്റെ മുന്നിലുണ്ടെന്ന് ഓർക്കണം. പറവയെ നീക്കാൻ ദൈവത്തിന് പറ്റും. നീ ശാന്തമായിരുന്നാ മതി. പുറപ്പാട് 14:14 നീ ശാന്തമായിരിക്കുക. നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. നീ അമ്മായിയോട് യുദ്ധം ചെയ്യാൻ പോണ്ട. നീ മരുമകളോട് യുദ്ധം ചെയ്യാൻ പോണ്ട. നീ അയൽക്കാർക്കെതിരെ നീ കേസിന് കൊടുക്കാൻ പോണ്ട. നീ ശാന്തമാകുക. ഞാൻ ദൈവമാണെന്ന് അറിയുക. നീ ശാന്തതയാകുക. അവിടുന്ന് മാർക്കോസ് 4:39 പറഞ്ഞ് അടങ്ങുക, ശാന്തമാകുക. കടലിൽ പോലും ശാന്തമാക്കാൻ കഴിവുള്ളവൻ. ഒരു കാറ്റിനെ പിടിച്ചു നിർത്തിയവൻ. ഓർക്ക് 2 കരങ്ങൾ ഉയർത്തി ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തമായ തലവേദന, കഫകെട്ട്, സൈനസൈറ്റിസ്, മുടികൊഴിച്ചല്, മുഖക്കുരു, മുഖത്ത് കറുത്തപ്പാട്, ഈശോയുടെ നാമത്തിൽ ബന്ധിക്കട്ടെ. ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ കൊളോസസ് 2:13 ബന്ധിക്കട്ടെ. ശാപങ്ങൾ വിട്ടുപോട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ശാപങ്ങളുണ്ടെങ്കിൽ, കണ്ണീരുണ്ടെങ്കിൽ, മന്ത്രവാദങ്ങളോ കൂടോത്രങ്ങളോ തിന്മയുടെ ശക്തികൾ എന്തെങ്കിലും വിട്ടുപോട്ടെ. എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബത്തിൽ വഴക്ക്, ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കുകൾ, മൊബൈൽ അഡിക്ഷനുണ്ടെങ്കിൽ മാറിപ്പോട്ടെ. മൊബൈൽ അഡിക്ഷൻ വിട്ടുപോട്ടെ. സ്വഭാവത്തിന്റെ, വ്യഭിചാരത്തിന്റെ, മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുകള്, അശുദ്ധികൾ ബന്ധിക്കട്ടെ കർത്താവേ. കുറ്റം പറഞ്ഞ ആത്മാവ് പ്രാർത്ഥനയുടെ ശക്തികള്, അധികൃതന്റെ ആത്മാവ് എല്ലാം വിട്ടുപോട്ടെ കർത്താവേ. സഭയെ സ്നേഹിക്കുവാൻ ആഗോള സഭയ്ക്ക് വേണ്ടി, മാതാപിക്ക് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, ജാതി മതസ്ഥർക്ക് വേണ്ടി, യേശുവിനെ അറിയാവുന്ന സാധാരണ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ മുസ്ലിംമാർക്ക് വേണ്ടി, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ രോഗത്തിക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ വൈദികത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആവർത്തിക്കട്ടെ. കർത്താവെ 1:10 കർത്താവിന്റെ ആത്മാവ് ശക്തമായി അവൻ ആവർത്തിച്ചു. കർത്താവ് അവന്റെ മേൽ ആവശ്യിച്ചു. അവൻ ഒരുവനായി മാറി അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ആത്മാവ് ആവശ്യിക്കട്ടെ. ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയട്ടെ. അപ്പോൾ 1:8 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, മക്കളുടെ മേൽ വരട്ടെ.
ഒരു ശക്തി പ്രാപിക്കട്ടെ. ക്ഷമിക്കാനുള്ള ശക്തി, സ്നേഹിക്കാനുള്ള ശക്തി, പാപപേക്ഷിക്കാൻ ശക്തി. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, കെട്ടഴിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസം കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളുടെ പഠന തടസ്സം മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് രോഗശാന്തി തരണമേ. പരിശുദ്ധാത്മാവേ, സാമ്പത്തിക അഴിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നെഗറ്റീവ് മാറ്റണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗസ്ഥനായ പിതാവ് നടാത്ത ചെടികളെല്ലാം പറിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, തെറ്റായ ബോധ്യങ്ങള് എന്റെ സ്വർഗസ്ഥനായ പിതാവ് നടാത്ത ചെടികള് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, പുറത്താക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിലെ പാതാളത്തിലെ താക്കോലും പങ്കലയുണ്ട്. ഉഗ്രസർപ്പത്തെ, പുരാതന സർപ്പത്തെ പിടിച്ചുകെട്ടി 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കിയ ദൈവദൂത, അപ്പോസ്തലപ്രവർത്തനം 12:7, പത്രോസ്ലിയുടെ ചങ്ങല അഴിച്ചു മാറ്റിയ ദൈവദൂത, ഞങ്ങളുടെ ചങ്ങല അഴിച്ചു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ ബലവാനാകുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, കർത്താവേ, നീ ഇറങ്ങി വരണമേ, സ്വർഗം വിട്ട് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഈ ജനത്തിന്റെ പാപം നീക്കണേ എന്ന് യോഹന്നാൻ 1:7. കർത്താവേ, ഇവരുടെ മേലുള്ള പാപങ്ങൾ മാറ്റണമേ. 35:10. ദുഃഖവും നെടുവീർപ്പും അവരിൽ നടന്നു പോകും, നിത്യമായ സന്തോഷം കൊണ്ട് അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ സന്തോഷമില്ലാതിരിക്കുന്ന മക്കളെ പ്രതി കണ്ണീരൊഴുക്കുന്ന, ജീവിതത്തിൽ ഇന്നുവരെ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത വേദനിക്കുന്ന, എല്ലാവരും അവഗണിച്ചതിന്റെ മാറ്റി നിർത്തിയതിന്റെ വേദനിരിക്കുന്നവരെ, ഓ പരിശുദ്ധാത്മാവേ, തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാതെ പേഴ്സണൽ പ്രയർ മുടങ്ങി കഴിയുന്ന 18ഓളം പേരെ ഈശോയെ, അവരുടെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത കെട്ടുകള്, പ്രാർത്ഥികരിക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, നെഗറ്റീവ് എല്ലാം മാറട്ടെ ദൈവമേ. ഉണ്ടാക്കിയ ഭക്ഷണം സമാധാനത്തോടെ കഴിക്കാൻ പറ്റാത്ത കുടുംബങ്ങള്, ജീവിതത്തിൽ എന്ത് ചെയ്താലും പരാജയങ്ങളെ അതിന്റെ മൂല കാരണം വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. എത്ര അധ്വാനിച്ചിട്ടും മക്കളെ പഠിപ്പിച്ചിട്ടും എവിടെ എത്താൻ പറ്റാത്ത ഊര കുടുക്കി കിടക്കുന്ന ദൈവ മക്കളെ വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ബന്ധിക്കുന്നു. ഞങ്ങളുടെ സാകാല കെട്ട് അഴിഞ്ഞു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ ആർക്കും ഈ കൂട്ടായ്മ ആരെയും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. രോഗത്തിനോ ക്യാൻസറിനോ ഡെങ്കിപ്പനിക്കോ കോളറയ്ക്കോ ഒന്നിനും, ഈശോയെ കാറ്റിനോ മഴയ്ക്കോ ഒന്നിനും ഞങ്ങളെ ആയുഷ്കാലം മുഴുവൻ തകർക്കാൻ പറ്റില്ല. പോലെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങളെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈശോയെ, ഓരോ സപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ആർക്ക് വേർപ്പെടുത്താൻ പറ്റും? ദുഃഖത്തിനോ വേദനയ്ക്കോ വാളിനോ നഗ്നതയ്ക്കോ ഒന്നിനൊരു ശക്തിക്ക് ഞങ്ങളെ വേർപ്പെടുത്താൻ പറ്റില്ല. യേശുവേ, എന്റെ സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഗ്രഹിക്കാൻ തക്കവിധം എന്നിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം ജനത്തിലെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത സകലർക്ക് വേണ്ടി അമ്മേ, മാതാവേ, രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണമേ. അമ്മേ, നാളുകളായല്ലോ ഇവരെ കരയുന്നതിന്റെ മുമ്പിൽ വന്ന് പലവും വേണ്ടി യാചിക്കുന്ന ഇവരെ കൈവിടരുന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയെ കുറിച്ച് ചിന്തിക്കുവാൻ, സ്വർഗമുണ്ടെന്ന് ബോധ്യപ്പെടുവാൻ, ഈശോയെ അതിനുവേണ്ടി ഒരുക്കുവാൻ അവരെ പ്രവാചികളെയും പ്രവാചകന്മാരെയും ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, കൃപ നിറഞ്ഞവളെ ക്രിസ്തുസ്തേ. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങാനും കരയിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിന്മാരുമായി ഈശോനിലേക്കപ്പെടാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പൊ കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.